ഇന്ന് മാർച്ച് 6 ഇന്നും നാളെയുമായിട്ടുള്ള ഈ ആഴ്ചത്തെ OTT റിലീസുകളടക്കം പുതിയ OTT അപ്ഡേറ്റുകളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് മികച്ച അഭിപ്രായം നേടിയ ബ്ലോക്ക് ബാസ്റ്റർ വിജയമായ ആസിഫ് അലി നായകനാകുന്ന രേഖാചിത്രം എന്ന ഇൻവെസ്റ്റിഗേഷനും ക്രൈം ത്രില്ലർ മലയാളം ചിത്രം ഇന്ന് സോണി ലിവിലൂടെ വൈകിട്ട് മലയാളത്തിലും പാനിന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ആയിട്ടുണ്ട്. ദ സീക്രട്ട് ഓഫ് വുമൺ എന്നൊരു പുതിയ മലയാളം ഇമോഷണൽ ത്രില്ലർ ചിത്രം നാളെ മാർച്ച് 7 സൺ ആൻഡ് നെക്സ്റ്റിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് മലബാർ ടൈൽസ് എന്ന മലയാളം ഫാമിലി ആന്തോളജി ഡ്രാമ ചിത്രം മറ്റന്നാൾ ശനിയാഴ്ച മാർച്ച് 8 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്തത് മണികണ്ഠൻ അഭിനയിക്കുന്ന മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച കുടുംബസ്ഥൻ എന്ന ഫാമിലി കോമഡി തമിഴ് ചിത്രം ഇന്ന് രാത്രി 12 മണിയോടെ മാർച്ച് 7 ZEE5 മലയാളത്തിലും പാനിന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ചെയ്യും. നാഗചൈതന്യ സായി പല്ലവിയൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന 90 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച ആക്ഷൻ റൊമാന്റിക് തെലുങ്ക് ചിത്രമാണ് തണ്ടൽ. ഈ ചിത്രവും ഇന്ന് രാത്രി 12 മണിയോടെ മാർച്ച് 7 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളത്തിലും പാനിന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ആകുന്നതാണ്. അടുത്തത് ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിക് സീരീസ് ആണ് ദ വേക്കിംഗ് ഓഫ് നേഷൻ. ഈ ഹിന്ദി സീരീസും ഇന്ന് രാത്രി 12 മണിയോടെ മാർച്ച് 7 സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മാധവൻ, നയൻതാര, സിദ്ധാർത്ഥൊക്കെ അഭിനയിക്കുന്ന ടേസ്റ്റ് എന്ന പുതിയ സ്പോർട്സ് ഡ്രാമ ത്രില്ലർ തമിഴ് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 4 മലയാളം, തമിഴ് ഉൾപ്പെടെ പാനിന്ത്യൻ ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ പുതിയ ഫാമിലി തെലുങ്ക് ചിത്രമാണ് ബാപ്പു. ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മാർച്ച് 7 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആകും. തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലും കൂടെ OTT റിലീസ് ഉണ്ടായേക്കാമെന്നാണ് വിവരം. ശർവാനന്ദ്, കൃതി ഷെട്ടിയൊക്കെ അഭിനയിച്ച കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഫാമിലി റൊമാന്റിക് തെലുങ്ക് ചിത്രമാണ് മനമേ. ഈ സിനിമയും നാളെ മാർച്ച് 7 ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം പോലെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യോഗി ബാബു അഭിനയിച്ച ഒരു പൊളിറ്റിക്കൽ സാറ്റയർ തമിഴ് ചിത്രമാണ് കുയന്തൈങ്കൽ മുന്നേറ്റ കഴകം. സിനിമ നാളെ മാർച്ച് 7 ടെന്റ് കോട്ടയിലൂടെയും ആഹാ തമിഴിലൂടെയും തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് സമുദ്രകനി, തമ്പി രാമയ്യ ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു തമിഴ് ചിത്രമാണ് രാജക്കിലി. ചിത്രം മാർച്ച് 8 അതിനു മുമ്പോ ആയിട്ട് ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. പുതിയ ഡയറക്റ്റ് OTT റൊമാന്റിക് ഹിന്ദി ചിത്രമാണ് നദാനിയ. ചിത്രം നാളെ ഉച്ചയ്ക്ക് 1:30 മാർച്ച് 7 നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമാകുന്നതാണ്. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും കൂടെ OTT റിലീസ് ഉണ്ടായേക്കുമെന്നാണ് അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. അടുത്തത് ഒരു കോമഡി ഹിന്ദി സീരീസ് ആണ് ദുപ്പാഹിയ. ഈ സീരീസും നാളെ മാർച്ച് 7 ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. പിക്ചർ ദിസ് എന്നൊരു ബ്രിട്ടീഷ് റൊമാന്റിക് കോമഡി ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വെൻ ലൈഫ് ഗിവ്സ് യു ടാങ്കരീൻസ് എന്ന കൊറിയൻ റൊമാന്റിക് സീരീസ് നാളെ ഉച്ചയ്ക്ക് 1:30 മാർച്ച് 7 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. വിശക് സെൻ അഭിനയിച്ച ആക്ഷൻ റൊമാന്റിക് കോമഡി തെലുങ്ക് ചിത്രമാണ് ലൈല. തിയേറ്ററിൽ വിജയിക്കാതെ നല്ല റെസ്പോൺസ് നേടാൻ സാധിക്കാതെ പോയ ഈ സിനിമ നാളെ മാർച്ച് 7 ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിലും ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും OTT റിലീസ് ഉണ്ടായേക്കാമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. അവസാനത്തെ അപ്ഡേറ്റ് മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ഡീസന്റ് അഭിപ്രായം നേടിയ ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ മലയാളം ചിത്രവും നാളെ മാർച്ച് 7 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ഉണ്ടായേക്കാമെന്നാണ് അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ സിനിമ നാളെ മാർച്ച് 7 OTT റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്.